ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:30 നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്ന് വേദൂട്ടിൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പരിപാടി കൂടിയാണ്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തോടു കൂടി അവൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനാണ് കേട്ടോ. ഇന്ന് സ്കൂൾ പൂട്ടുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാം ഉറങ്ങി എണീറ്റ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉരുളക്കിഴങ്ങ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വറുത്തെടുക്കുക അവൾക്ക് കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജലദോഷവും പനിയും തൊണ്ടവേദന എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 4 പേർക്കും തൊണ്ടവേദനയും ജലദോഷവും എല്ലാം ഉണ്ട്. ഇവർ 3 പേരും നല്ല ഉറക്കമാണ് കേട്ടോ. എണീറ്റിട്ടില്ല. വേദൂട്ടിന് ഞാനൊരു 7:15 ആ സമയത്താണ് വിളിക്കുകയുള്ളൂ കേട്ടോ. നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ താനെ എണീറ്റ് വരും. ഇന്നലെ കുറച്ച് ഉറങ്ങാൻ വൈകി, അതുകൊണ്ട് ഒരു 7:15 വിളിക്കാനാണ് പ്ലാന്. അപ്പോഴേക്ക് തന്നെ ഞാൻ വേദൂട്ടിക്ക് സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് 2 ബ്രെഡ് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേദൂട്ടിൻ്റെ ബാഗ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവൾക്കൊന്ന് ബുക്സൊന്നും കൊണ്ടുപോകണ്ടല്ലോ, ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന് 3 മണി വരെയാണ് ക്ലാസ് ഉള്ളൂ കേട്ടോ. 3 മണി വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ബുക്സൊക്കെ മാറ്റിയാണ്. ലഞ്ചും സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രം മതി എന്നാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റഫ് നോട്ട് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നെല്ലാവരും അതുപോലെ തന്നെ വൈറ്റ് റെഡ് കളറുള്ള ഡ്രസ്സാണ് ഇട്ടിട്ട് പോകാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വേദൂടിക്ക് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രതിമോൾ ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ അവൾക്കും അതുപോലെ റെഡ് ഡ്രസ്സ് വേണമെന്ന് വാശി പിടിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കുള്ള റെഡ് ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചു. കാരണം വേദൂന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവൾ എന്തായാലും വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് കൂടെയുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചു അല്ലെങ്കിൽ എന്തായാലും അവൾ പിണങ്ങും. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി അവളുടെ എക്സാം ഇന്നലത്തോടെ കഴിഞ്ഞു കേട്ടോ. എക്സാം ഇന്നലെ 18-ാം തീയതിയോടെ എക്സാം കഴിഞ്ഞു. ഇന്ന് സെലിബ്രേഷനാണ്. അങ്ങനെ ഞാൻ ബാഗ് സെറ്റാക്കിയ ശേഷം രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ്. അപ്പോൾ ദോശയ്ക്കുള്ള ചമ്മന്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി ചട്നി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും സുമേഷേട്ടനെ വിളിച്ചു. സുമേഷേട്ടന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും തൊണ്ടവേദനയും ചുമയൊക്കെയാണ്, പനിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. ചൂടുവെള്ളം മതിയെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ വേദൂട്ടൊക്കെ ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവൾ പിന്നെ എത്ര തണുപ്പാണേലും പച്ചവെള്ളത്തിൽ മാത്രമേ കുളിക്കുകയുള്ളൂ. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞാൽ അവൾ കരയും. ചൂടുവെള്ളം വേണ്ട, പച്ചവെള്ളം മതിയെന്ന് പറയും. അങ്ങനെ അവൾ നല്ല പച്ചവെള്ളത്തിൽ കുളിച്ച് തണുത്ത് വിറച്ച് വന്നിരിക്കുകയാണ്. തല നനച്ചിട്ടില്ല കേട്ടോ. കാരണം അവൾക്ക് നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അവൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. 4 പേർക്കും ഉണ്ട്. അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം നല്ല തണുത്ത് വിറച്ച് നിൽക്കുകയാണെന്ന്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് വള ഇട്ട് കൊടുക്കുന്ന വിചാരിച്ചു. കാരണം അവൾ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ വള ഇടില്ല കേട്ടോ. വള ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു വളയാണ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് വള ഇട്ട് കൊടുക്കുമ്പോൾ അവൾ വള വേണ്ടെന്നൊക്കെ പറയണം. വള സാധാരണ ഇടാറില്ല. അപ്പോൾ ഞാൻ ക്രിസ്മസ് സെലിബ്രേഷനിൽ എല്ലാവരും വളയൊക്കെ ഇട്ടിട്ട് വരുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇടുകയാണ്. മാല ഇടാറില്ല കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്ത് മാല അവൾ ഇടാറില്ല. ഞാൻ സിമ്പിളായിട്ടൊരു മാല ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഇടാതെ അവൾക്ക് മാല ഇടുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ മാലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ.
തണുത്തിട്ടുള്ള നടപ്പാണ് ഇപ്പോൾ വേദൂട്ടിന്. നല്ല തണുപ്പാണ് പുറത്ത്. അതിന് ശേഷം തല കെട്ടാനുള്ള തയ്യാറെടുപ്പുണ്ട്. എത്ര തണുപ്പാണെങ്കിലും അവൾക്ക് പുറത്ത് വന്ന് നിന്നിട്ട് തന്നെ തല കെട്ടണം. പുറത്തുള്ള വണ്ടികൾ പോകുന്നത് അവൾക്ക് കാണണം കേട്ടോ. നല്ല കാറ്റുമുണ്ട്, തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തല കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയേണ്ട ഇടയിൽ കൂടെ ആയിട്ട് ഒരു ഭാഗത്ത് തന്നെ കെട്ടിയാൽ മതി അമ്മ, രണ്ട് ഭാഗത്ത് കെട്ടണ്ട, ഒരു ഭാഗത്ത് കെട്ടിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. ഇത് 19-ാം തീയതിയാണെന്ന്. 19-ാം തീയതി സ്കൂൾ അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ തുറക്കുന്നത് 31-നാണ് കേട്ടോ. സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് ഡിസംബർ 31 തന്നെയാണ്. ബുധനാഴ്ച സ്കൂൾ തുറക്കും കേട്ടോ. വൃതിമോള് നല്ല ഉറക്കമാണ്. അവൾ എണീറ്റിട്ടില്ല, കാരണം ഇന്നലെ ഉറങ്ങാൻ നല്ല വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 8:20 കൃത്യം 8:25 ആകുമ്പോഴത്തേനും വണ്ടി വരും കേട്ടോ. അപ്പോഴത്തേനും റെഡിയാക്കി കഴിപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ട് 8:05 കേട്ടോ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനാണ് ഒരുപാട് സമയം വേണ്ടത് വേദുവിന്. ബാക്കി എല്ലാം അവൾ പെട്ടെന്ന് ചെയ്യും. ഫുഡ് കഴിക്കാനാണ് ഒരുപാട് സമയം ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രതിമോൾ എണീച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെയും കൂടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ തല കെട്ടി കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അവൾ നേരെ പോയത് കണ്ണാടി നോക്കാനാണ്, എങ്ങനെയുണ്ട് നോക്കാനാണ് പോയത്. പിന്നെ ഞാനൊരു ഹെയർ ബാൻഡ് കൂടെ ഞാൻ അവൾക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അവളൊരു ഹെയർ ബാൻഡൊന്നും വേണ്ടമ്മ, നന്നായിട്ടില്ല എന്നാണ് അവൾ പറയണത്. പക്ഷെ ഞാൻ പറയാം ക്രിസ്മസ് സെലിബ്രേഷനല്ലേ, എല്ലാവരും ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളത് വെപ്പിച്ചു. ഞാൻ വേഗം അവൾക്ക് 2 ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദോശ ചുടുമ്പോൾ തന്നെ അവൾ പറയുകയാണ് അമ്മ എനിക്ക് ഒരു ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് 2 കുട്ടി ദോശകൾ 2 ചുട്ടു കേട്ടോ. 2 കുട്ടി ദോശ ചുട്ടു. അതോടൊപ്പം തന്നെ അവൾക്ക് ഞാൻ വാരി കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ അവൾ പതുക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ വേഗം വാരി കൊടുക്കും. വാരി കൊടുത്താൽ തന്നെ അവൾ പതുക്കെ കഴിക്കുള്ളൂ കേട്ടോ. എപ്പം നോക്കിയാൽ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ വേദൂട്ടിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ലഞ്ചും കൂടെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. ചൂട് ചോറൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ രാവിലെ ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ഒന്ന് എടുത്തു കൊടുക്കുകയാണ്. പിന്നെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പപ്പടവും കൂടെ വറുത്തിട്ട് അതിനടുത്ത് ആക്കി. അങ്ങനെ ഞാൻ വേഗം വണ്ടി വന്നു. അപ്പോഴത്തേനും വണ്ടി കയറ്റി വിടാൻ താഴേക്ക് പോയിട്ടോ. വണ്ടി വന്നു, അങ്ങനെ ഞാൻ വേദൂട്ടിനെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. ഇതെല്ലാം ഒരു റെഡും വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്, സെലിബ്രേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വേദൂട്ടിനെ ഞങ്ങൾ ഇന്ന് എടുത്ത ഫോട്ടോസ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Thank you.